എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ മാതൃഭാഷയിൽ തന്നെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻറ്റും അല്ല, അത് വേറെ കാര്യം. പിന്നെ എന്നെ എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതലും അർജുൻ്റെ ഷീൽഡ് ദൗത്യമായിട്ടാണ് ഞാൻ കൂടുതൽ കേരളത്തിലെ ഒരു പബ്ലിസിറ്റി ആവുന്നത്. ഇതിന് മുമ്പും പല വാർത്തകൾ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് 41 പേരെ രക്ഷപ്പെടുത്തിയ ഉത്തരാഖണ്ഡ് ടണൽ റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് 2023 നവംബറിൽ നടന്ന ഓപ്പറേഷൻ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേര് രഞ്ജിത്ത് ഇസ്രായേൽ. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിതുര ഗ്രാമപഞ്ചായത്ത് സ്വദേശിയാണ്. ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കാർഷികം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റേഷൻ മേഖല, അന്നത്തെ റിമോട്ട് ഏരിയ. എൻ്റെ പപ്പ മമ്മിയൊക്കെ അന്ന് മൃഗങ്ങളോടും എന്നൊക്കെ കാലോട് പൊരുതി കൃഷി തുടങ്ങിയൊരു ഏരിയ. അവിടെ നിന്നാണ് പഠിച്ചു വരുന്നത്. ഞാൻ ഒരു ബ്രദറും സിസ്റ്ററും ഉണ്ട്, അവർ അബ്രോഡാണ്, യൂറോപ്പാണ് അവർ. ഞാൻ സ്റ്റിൽ എൻ്റെ രാജ്യത്തിന് വേണ്ടിയും എൻ്റെ നാടിന് വേണ്ടിയും എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ രാജ്യത്തിന് വേണ്ടി തന്നെ ഇവിടെ തന്നെ നിലകൊള്ളുന്നു. ഞാൻ എൻ്റെ SLCയും +2 എല്ലാം ഞാൻ വിതുര ഒരു കേന്ദ്രീകരിച്ചു. വിതുര +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. അപ്പം ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്കാണ് കാർഗിൽ വാർ വരുന്നത്. അപ്പം ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ഉൾപ്പെടെയുള്ള മലയാളികളെ വീരമൃത്യു വരിച്ച ഒരു വാറായിരുന്നു കാർഗിൽ വാർ, 1999. അന്നത്തെ ഇൻസ്പിറേഷൻ മൂവിയായിരുന്നു ബോർഡർ. അന്നത്തുള്ള ജനറേഷൻ അറിയാം ആ ബോർഡറൊക്കെ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ ആർമി എന്ന ഫീൽഡിൽ നിന്ന് ചോസ് ചെയ്യുന്നത്. ഐ വാണ്ട് ടു ബിക്കം ഒരു കമാൻഡോ ഓഫീസർ. ആദ്യം മിലിറ്ററിയിൽ പ്രവേശിക്കണം, എന്നിട്ടാണ് അതിൽ നിന്ന് നല്ല കഴിവുള്ളവരെ, മെൻ്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ക്വാളിറ്റി ഉള്ളവരെയാണ് അടുത്ത കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് മാറ്റപ്പെടുന്നത്. ഇപ്പോൾ ഒരു കമാൻഡോ സർവീസിൽ കയറി ഓഫീസർ റാങ്കിലേക്ക് എത്തി ആ ടീമിൻ്റെ ലീഡർ അല്ല കമാൻഡർ ആകണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ആ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ അങ്ങോട്ട് നീങ്ങിയത്. സോ അതോടൊപ്പം തന്നെ ഞാൻ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിലും നിന്നു. അതുകൊണ്ട് ഒരു ഫിസിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയും സ്പോർട്സ് കോട്ട വളരെയധികം പ്രയോജനം ചെയ്യും. അതെല്ലാം ആർമിയിൽ പ്രവേശിക്കാൻ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് നല്ല പടുത്തുയർത്തിയിരുന്നു. സോ ഐ ആം മിസ്റ്റർ ഇന്ത്യ ഫൈനലിസ്റ്റ് ആയിരുന്നു 18ാമത്തെ വയസ്സിൽ. ജൂനിയർ മിസ്റ്റർ ഇന്ത്യ ഫൈനലിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് 3 times മിസ്റ്റർ ട്രിവാൻഡ്രം, 3 times കേരള ടീം റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ആസ് എ ബോഡി ബിൽഡിംഗ് ഒരു ആം റെസ്ലറുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ +2 കഴിഞ്ഞ് നേരെ നാഷണൽ സ്പോർട്സ് കോളേജ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ LNCPയിലാണ് ഞാൻ, ലക്ഷ്മി ഫൈൻ നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലാണ് ഞാൻ എൻട്രൻസ് എഴുതി കയറുന്നത്. അവിടെ കയറി കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രെയിനി ഫീവർ ഉണ്ടാകുന്നത്, TBM, ട്യൂബർക്യുലോസ് മെനിഞ്ചൈറ്റിസ് വന്ന്. അങ്ങനെ മൊത്തത്തിൽ ആ ഡൗൺ ആണ്. ഞാൻ ഒരു കാര്യം എയിം ചെയ്ത് അത് തന്നെ നിൽക്കും, വേറെ പല കാര്യങ്ങളിലും ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. അതിൽ ആ ഒരു വാശി അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. അത് എൻ്റേതായിട്ടൊരു വാശിയാണത്. ആ കാര്യം തന്നെ കൊണ്ടേ വരുവോളം രീതിയിൽ. അപ്പോൾ ആ ഡിഗ്രി ബ്രേക്കപ്പ് ആയപ്പോൾ അറിയാം, പിന്നെ അങ്ങോട്ട് ഒരു ഡിഗ്രി വേണം ഒരു കമാൻഡോ ഓഫീസർ ആകണമെങ്കിൽ, അത്രയ്ക്ക് ഒരു NDA അല്ലെങ്കിൽ ഒരു ഓഫീസർ ട്രെയിനിങ് അക്കാഡമി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറണമെങ്കിൽ, അല്ലെങ്കിൽ ഡിഫൻസ് അക്കാഡമിയിൽ കയറണമെങ്കിൽ. അപ്പോഴത്തേക്ക് അതെല്ലാം എനിക്ക് ആ ആ സമയത്ത് വളരെയധികം ഡിപ്രസ്ഡായി ഞാൻ. കാരണം പെട്ടെന്ന് മാറുന്ന അസുഖമല്ല, പനിയോ ജലദോഷമൊന്നും അല്ല വന്നത്. ഞാൻ അന്നും നല്ല സ്വിമ്മിങ് ആയിരുന്നു, ഏതോ ഡയറക്റ്റ് വാട്ടറിൽ മുങ്ങിയാണ് എനിക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് വാട്ടർ ഇൻഫെക്ഷൻ വരുന്നത്. ഞാനന്ന് ട്രിവാൻഡ്രം അനന്തപുരി മാർത്താണ്ഡപിള്ള കേരളത്തിലെ ടോപ്പ് ന്യൂറോ സർജനാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അന്ന് ചികിത്സ നടത്തിയത്. ഞാൻ ആ ഒരു ചികിത്സ കഴിഞ്ഞപ്പോഴത്തേക്ക് 25-26 ഇയറായി. കാരണം ഒരു 24-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് തീർന്നു. പിന്നെ ആർമിയിലേക്കുള്ള പ്രവേശനം എല്ലാം നിന്ന് പോകും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വളരെയധികം ആ സമയത്ത് നല്ല ബോഡിയായിരുന്നു, നല്ല ബോഡി. അത് നിങ്ങൾക്ക് അറിയാം, നാഷണൽ പ്ലെയർ എന്നപ്പോഴും നല്ല ബോഡി, നല്ല ഹൈറ്റ് എല്ലാം സെയിം തന്നെയാണ്, ബോഡി നല്ല സ്ട്രെങ്ത് ആയിരുന്നു എല്ലാം. അപ്പോൾ എല്ലാം മൊത്തത്തിൽ അസുഖം വന്നുകൂടി എല്ലാം ഡൗൺ ആയി. കാരണം ഡിഗ്രി പോയി, കഴിഞ്ഞ ഡിഗ്രി പോയി, അത്രയും വർഷങ്ങൾ പോയി. ഒരു അസുഖം വന്നു. കാരണം അസുഖം വന്നതുകൊണ്ട് മെഡിക്കൽ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് സർവൈവ് ചെയ്യത്തില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ മരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ആ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ ഉണ്ട്. കാരണം സർവൈവ് ചെയ്യത്തില്ല, കാരണം ഇത്രയധികം ഇനി സ്ട്രെസ് എടുത്ത് ഇനി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ICUയിൽ കിടന്നപ്പോഴത്തേക്കും അന്നും ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും ചേർത്ത് തീർത്താണ് എൻ്റെ അപ്പനമ്മ. അവർ അന്നും ICUവിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഇപ്പോഴും മനസ്സിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഓടി വരുന്നു അതെല്ലാം. അപ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്ത് ഞാൻ 26 വയസ്സ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് സർവൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഫിസിക്കൽ അത്ര പോരാ, ഇത്രയും വലിയ അസുഖം വന്നാണ്. അപ്പോഴത്തേക്ക് മെഡിക്കലും ഫിസിക്കലൊക്കെ ഒന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. അത്രയധികം കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് മാത്രം പറഞ്ഞാൽ പറയാം, എന്തെങ്കിലും ആരെങ്കിലും മോട്ടിവേഷൻ കണ്ട് ഞാൻ അതൊന്നല്ല, സ്വയം ഉണ്ടാകണം, അല്ലെങ്കിൽ വിൽ പവർ വേണം. അപ്പോൾ എന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആർമി എന്തൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ലെഫ്റ്റനൻറ്റ് ജനറലുണ്ട്, പുള്ളി സുശീൽ കുമാർ പിള്ള, ഐ വാസ് റിട്ടയർഡ് അറ്റ് ദാറ്റ് ടൈം.
അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് പോയി കാണാറുണ്ട് ഇങ്ങനത്തെ അംബീഷൻസ് ഒക്കെ പറഞ്ഞ് സാർ എനിക്ക് ഇത്രയുണ്ട് ഇത്ര അപ്പോൾ അപ്പോഴത്തേക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സിലും കുറേ ആയിരുന്നു. അപ്പോൾ ഇത്ര കാണിച്ചു എനിക്ക് ഐ വാണ്ട് ടു ബിക്കം ഒരു എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും വാർ ഫീൽഡിലേക്ക് ഇടപെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ അമേരിക്കയിലൊക്കെ US ബ്ലാക്ക് വാട്ടർ ഏജൻസി ഉണ്ട്, പ്രൈവറ്റ് ഇതുപോലത്തെ സിവിലിയൻസിന് കഴിവുള്ളവരെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു അതൊക്കെ ഇന്ത്യയിലില്ല, അതൊക്കെ ഓൾറെഡി US യൂറോപ്പ് അങ്ങനത്തെ ഇപ്പോഴത്തെ രാജ്യങ്ങളിലേ ഉള്ളു. രഞ്ജിത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് അവിടുത്തെ സിറ്റിസൺ മിനിമം ആകണം. അപ്പോൾ ഞാൻ പല വഴികൾ അന്വേഷിച്ചു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആർമിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എല്ലാം. വേറൊരു ഫിലിം കാണാൻ പോകുമോ, വേറെ എന്തെങ്കിലും മദ്യപാനശീല കാര്യങ്ങൾ അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനുവേണ്ടി മാത്രം ബിൽഡപ്പ് ചെയ്തുള്ള ലൈഫായിരുന്നു. കാരണം ആർക്കും ഒരു ചിന്തിക്കാൻ പറ്റില്ല, അത്ര കുഗ്രാമത്തിൽ നിന്ന് വന്ന് ഒരു ഇത്രയും റിമോട്ട് ഏരിയയിൽ നിന്ന് അന്ന് നല്ലൊരു ജിമ്മും ഇല്ല സ്ഥലത്ത് നിന്ന് ഒരു നാഷണൽ ലെവൽ ഒരു 3 ടൈംസ് കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മിസ്റ്ററിൻ്റെ ഫൈനലിസ്റ്റ് ആണെന്ന് ഇറ്റ്സ് വളരെ ഇമ്പോസിബിളാണ്. പ്രത്യേകിച്ച് അന്ന് നമ്മൾ ആ ഒരു പ്രോട്ടീൻ പൗഡർ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നാച്ചുറലി എല്ലാം ആ സമയത്ത് ബ്രദറും സിസ്റ്ററൊക്കെ അവരുടെ രീതിയിൽ പഠിച്ച് അവർ സെറ്റിൽ ചെയ്യാനുള്ള രീതിയിലായിരുന്നു. നമ്മളെ 3 മക്കളെയും പഠിപ്പിച്ച് ഒരുപാട് പാടുപെട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ കാർഷിക കുടുംബമാണ്, വളരെയധികം സാമ്പത്തികമായിട്ടെല്ലാം പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതിൽ നിന്ന് ഒരു തരണം ചെയ്താണ് ഞാനിപ്പം പറഞ്ഞ ഈ നിലയിൽ നിൽക്കുന്നത്. ഞാൻ ആ ഒരു എയിം കഴിഞ്ഞു. എന്നിട്ട് 26 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആർമിയുടെ മൗണ്ടറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിന്നെ എന്താ എനിക്ക് മൗണ്ട് എവറസ്റ്റ് കയറണം, അനേകം പർവ്വതങ്ങൾ കീഴടക്കണം. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ആർക്കും അസാധ്യമായ കാര്യം, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം സ്പോർട്സ് കണ്ടിന്യൂ താല്പര്യമില്ല. കാരണം സ്പോർട്സ് എന്താണ് ബിൽഡ് ചെയ്തത്, ഞാൻ നാഷണൽ പ്ലെയറാക്കി ആർമിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇടുമ്പോഴത്തേക്ക് വിൽബേ അന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ മസിൽ ക്വാളിറ്റി ഒരു യൂണിഫോം ഇടുമ്പോഴത്തേക്ക് ഒരു ഇതായിരിക്കും, ആ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആകാനോ അല്ലെങ്കിൽ ഒരു നാഷണൽ അല്ലെങ്കിൽ ഔട്ട് സൈഡ് പോയി എന്തെങ്കിലും ഏഷ്യൻ മെഡലോ ഒളിമ്പിക്സ് മെഡലോ അങ്ങനെ നേടാനുള്ള ആഗ്രഹത്തിലല്ല സ്പോർട്സ്. എന്നിട്ട് നാഷണൽ ലെവലിൽ എത്തി. എന്നിട്ടും എൻ്റെ ആഗ്രഹം ഈ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ചു. സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഉപയോഗമുണ്ടായി. കാരണം അദ്ദേഹത്തിന് സ്ട്രെങ്ത് ബോഡിക്ക് ഉണ്ടായിരുന്നു. ഈ അസുഖം വന്നപ്പോഴത്തേക്ക് അത് സർവൈവ് ചെയ്യാൻ ഈ പഴയ രീതിയിലുള്ള ഫിറ്റ്നസ് സഹായിച്ചു. ഞാൻ നേരെ ഉത്തരാഖണ്ഡിലേക്കാണ് പോകുന്നത്. ഉത്തരാഖണ്ഡിലാണ് എനിക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. 2013 ക്ലൗഡ് ബസ്റ്റിംഗ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, അന്ന് ഇന്നത്തെ ഏറ്റവും വലിയ, കാരണം എബൌട്ട് 10,000 മേളിൽ ലോക്കൽ റിപ്പോർട്ട് വെച്ച് 25,000 പീപ്പിൾ മരിച്ച ക്ലൗഡ് ബസ്റ്റിംഗ്, ഇന്ത്യക്ക് പരിചിതമില്ലാത്ത ഏറ്റവും വലിയ സംഭവമായിരുന്നത്. ക്ലൗഡ് ബസ്റ്റിംഗ്, മേഘ വിസ്ഫോടനം എന്ന് പറയും. ആ ഒരു ദൗത്യത്തിൽ ഞാൻ ഇറങ്ങിച്ചില്ല. ആരും ക്ഷണിച്ചിട്ടില്ല പോകുന്നു. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരക്കി പോകുന്നതാണ്, യാദൃശ്യന്മാർ അവിടെ എത്തുന്നതാണ്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തന മേഖല, സെർച്ച് റെസ്ക്യൂ ആൻഡ് റിക്കവറി എന്ന ഫീൽഡിലേക്ക്, പിന്നീട് ഒരു സെർച്ച് റെസ്ക്യൂ ആൻഡ് റിക്കവറി എക്സ്പേർട്ടാകാൻ സഹായിച്ച ആ ഒരു ദൗത്യത്തിലേക്ക് വരുന്നു. അവിടെ അന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇന്ത്യൻ ആർമി ആയിരുന്നു, ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ NDRF ഇന്ത്യ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അവരൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് എനിക്കവിടെ ആദ്യമേ വന്ന് ചേർന്നപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. പിന്നെ ഉള്ളിലെ പല ആക്ടിവിറ്റിയും ചെയ്തിട്ടുണ്ട്. പണ്ട് തൊട്ടേ വലിയൊരു ഡീപ്പ് വെല്ലാണ് എൻ്റെ 90 അടിയുള്ള വീട്ടിലെ കിണർ തന്നെ. അത് സ്വയം കയറി വൃത്തിയാക്കാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം അങ്ങനെ അഡ്വഞ്ചറായിട്ട് ആറ്റിലിറങ്ങി കുത്തൊഴുകുന്ന വെള്ളം കടന്ന് തടിയോ ഈ കുത്തൊഴുകുന്ന സമയത്ത് വെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് തേങ്ങ പിടിക്കാൻ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇറങ്ങി ആ ഒരു ഇതാണ് കാടൻ രീതിയാണ്. ഒരു ട്രെയിനിങ്, സ്വാഭാവികമായ ട്രെയിനിങ് നാച്ചുറലായിട്ട് തന്ന ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഞാൻ ജീവിത രീതി അങ്ങനെ ആക്കിയതാണ്. ആ ചെറുതിലെ തൊട്ട് തന്നെ. കാരണം കുത്തി ഒഴുകുന്ന പുഴയൊക്കെയാണ് തൊട്ടടുത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലും ആ വനപ്രദേശങ്ങൾ, അഗസ്ത്യ റോഡൊക്കെ അറിയാം, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതൊക്കെ കയറി ഇറങ്ങി, ഫോറസ്റ്റ് റോഡൊക്കെ കയറി ഇറങ്ങി, അങ്ങനെ ഒരു നല്ലൊരു ശക്തമായൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡിൽ പോയി എനിക്കത് നല്ല വൃത്തിയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആർമി പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് അവരോടൊപ്പം അതിനേക്കാൾ കൂടുതൽ മോർ ദാൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച സംഭവമായിരുന്നു. അത് വിശദീകരിച്ച് ഒരുപാടുണ്ട്, അതിലേക്ക് പോയി എൻ്റെ ഇത് ടോപ്പിക്ക് തീരത്തില്ല. ദെൻ കംസ് 2015 ചെന്നൈ ഫ്ലഡ്സ് ജസ്റ്റ് ഒന്ന് പാട്ടാകാൻ പറ്റി. പൂർണ്ണമായിട്ടും ഓപ്പൺ ആകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാട്ടാകാൻ പറ്റി. പിന്നെ അതിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു വരുന്നത് ഈ സെർച്ച് റെസ്ക്യൂ റിക്കവറി ഫീൽഡിൽ പൂർണ്ണമായിട്ട് കടന്നു വരുന്നത് 2018 കേരള ഫ്ലഡ്സോടുകൂടിയാണ്. അന്ന് കേരളം ഏറ്റവും പകച്ച ഫ്ലഡ്. എല്ലാവരും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ എന്ന് പകച്ചു നിൽക്കുന്ന സമയത്താണ് ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടറിൽ നിന്ന് അവിടെ നിന്ന് എനിക്കൊരു ക്ഷണം കിട്ടുകയും അവിടെ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും. കാരണം അന്ന് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ആട്ടെ, NDRF ആട്ടെ, അല്ലെങ്കിൽ BSF വാട്ടർ യൂണിറ്റ് ആട്ടെ, പലരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരെ എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ രക്ഷിക്കാൻ സാധിക്കുകയും ഒരുപാട് അതുപോലെ കാറ്റിൽസ് പലരും ആ സമയത്തൊക്കെ കന്നുകാലികളെയൊക്കെ പട്ടികളെയൊക്കെ അഴിച്ചുവിടാതെയാണ് പോയത്. കാരണം പലതും കയറിൽ തന്നെ കുരുങ്ങി ചത്തു, പട്ടികളാണ് കൂട്ടിക്കിടന്നത്, കോഴികളാണ് അങ്ങനെ. അപ്പോൾ പല മനുഷ്യനെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ പക്ഷിമൃഗാദികൾക്കും അതേ രീതിയിലുള്ള ഒരു ലൈഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടന്ന് ആലപ്പുഴ ആ സമയത്ത് തന്നെ ഒരുപാടന്ന് കളക്ടറും സേനകളിലൊക്കെ ഒരുപാട് പ്രശംസപത്രം നേടാൻ സാധിച്ചു. പിന്നെ 2019 അത് ദേശീയ ദുരന്തം കവളപ്പാറ, മലപ്പുറം കവളപ്പാറ ഡിസാസ്റ്ററാണ് വരുന്നത്. അവിടെയും NDRFനൊപ്പം ഒരുപാട് ദൗത്യങ്ങൾ, ഒരുപാട് റെസ്ക്യൂ ചെയ്യാൻ പറ്റി.
അവർ പുഴയ്ക്കക്കരെ പോയി ബോട്ടും കൊണ്ടുപോയി ആ ടീമിൽ ലീഡ് ചെയ്യാൻ സാധിക്കും. കാരണം എനിക്ക് ടീം ലീഡറാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് സാധിക്കാൻ പറ്റി. കാരണം ഞാൻ ടീം ലീഡറാണെന്നല്ല, കാര്യം ഇവിടെ ആക്ഷൻ ഞാൻ തെളിയിച്ചു കൊടുക്കുകയാണ് ഞാൻ. കാരണം ഇറങ്ങി അവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ, അത് പ്രൂവ് ചെയ്തിട്ട്. കാരണം അവർ എത്ര റിസ്ക് ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങാം. അവിടെ കളക്ടർ, അഡ്മിനിസ്ട്രേഷൻ കളക്ടറിൻ്റെ അടുത്തും അല്ലെങ്കിൽ NDRF ഓഫീസർ അല്ലെങ്കിൽ ആർമി ഹയർ റാങ്ക് അതോറിറ്റിയോട് ഞാൻ ചോദിച്ചു വാങ്ങാം, എന്ത് റിസ്ക് ഉണ്ട് സാർ, ഐ വിൽ ഡു ഇറ്റ്. അത് ഒരു പാളിച്ചം വരത്തില്ല. അപ്പോൾ അവിടെയും തെളിയിച്ചു. എന്നിട്ട് വീണ്ടും വരുന്ന 2020 ഓഗസ്റ്റ് പെട്ടിമുടി ദുരന്തം, 70 പേരോളം മരിച്ച ലാൻഡ് സ്ലൈഡ്, ഹ്യൂജ് ലാൻഡ് സ്ലൈഡ്. അത് ഞാൻ പെട്ടെന്ന് ഓടിയെത്തുകയാണ്. ഞാൻ ആരും ക്ഷണിച്ചിട്ടല്ല പോകുന്നത്. കാരണം ഒരു കേട്ടത് പാവപ്പെട്ട തോട്ടം തൊഴിലാളി, ഞാൻ തോട്ടം ഒരു കൃഷി ചെയ്യുന്ന തേയില തൊഴിലാളിയാണ് പെട്ട് മരിച്ചു കിടക്കുന്നത്. അവിടെ ഇറങ്ങി ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞു. എനിക്ക് ആ അഡ്മിനിസ്ട്രേഷൻ അലോഡ് കിട്ടി, കേരള പോലീസിൻ്റെ സപ്പോർട്ട് കിട്ടി. അവിടെ കിടക്കാൻ കാര്യങ്ങളെല്ലാം അവിടെ ഹ്യൂജ്, അവിടെ ഒരു വാസ്റ്റ് ഓഫ് ബോഡീസ് ഞാൻ റിക്കവർ ചെയ്ത് ഏറ്റവും ടഫായിട്ടുള്ള സ്ഥലത്ത് നിന്ന്. ഏറ്റവും ടഫെന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല, അത്ര ടഫായിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ ദെൻ കംസ് 2021 ഉത്തരാഖണ്ഡ് തപോവൻ ഡിസാസ്റ്റർ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലോഫ് ഡിസാസ്റ്ററാണ്. ഗ്ലേഷ്യർ ലേക്ക് ഔട്ട് ബസ്റ്റ് ഫ്ലഡ് എന്ന് പറയും. നന്ദാദേവിയുടെ ഭാഗം ഒരു ഇടിഞ്ഞ് കയറി പണിതുകൊണ്ടിരിക്കുന്ന ടണൽ പൂർണ്ണമായിട്ട് കൊളാപ്സ് ചെയ്ത് ഏകദേശം 600ഓളം പേര് മരിച്ച ഇന്ത്യയിലെ ഫസ്റ്റ് ടണൽ ഡിസാസ്റ്റർ ആയിരുന്നു അത്. ദെൻ വരുന്ന കോട്ടയത്തെ കൂട്ടിക്കൽ ഡിസാസ്റ്റർ. നിങ്ങൾക്കറിയാം, ചെറിയ ഉപദുരന്തമാണ്, അത് വലിയൊരു ദേശീയ ദുരന്തമായിരുന്നില്ല. ദെൻ അഗെയിൻ കംസ് മുതലപ്പൊഴി ഒരു സീ ഡിസാസ്റ്റർ. അവിടെ ഇന്ത്യൻ നേവിക്കൊപ്പം പലരും മാറി നിന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഇന്ത്യൻ നേവിക്കൊപ്പം ചെയ്തു. ദെൻ അഗെയിൻ കംസ് ഉത്തരാഖണ്ഡ് ടണൽ ഡിസാസ്റ്റർ. ടണൽ ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, റെസ്ക്യൂ ആയിരുന്നു. 41 തൊഴിലാളികളെ അന്ന് രക്ഷപ്പെടുത്തിയ സംഘത്തിൽ ഏക മലയാളി അന്ന്. 40 തൊഴിലാളികൾ നമ്മുടെ ജീവനോടെ എല്ലാവരും പോയി 17 ദിവസം നീണ്ടുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഓപ്പറേഷൻ സിന്ദഗി എന്ന് പറയും. ഓപ്പറേഷൻ സിന്ദഗി ഓർ എനിമീസ് ഓപ്പറേഷൻ സുരംഗ്. NDRF ഇന്ത്യയായിട്ട് ചേർന്ന് കൈകോർത്ത് പല സിവിലിയൻസ് കൈകോർത്ത് ചേർത്തുള്ളതാണ്. പിന്നെ വരുന്നത് അർജുൻ്റെ ഷീൽഡ് ദൗത്യം. എനിക്കൊരു വളരെ പ്രയാസം ഉണ്ടാക്കിയ ദൗത്യമാണ്. ലോറി ലാൻഡിലില്ല എന്ന് പറഞ്ഞ് പുഴയിലേക്ക് മാറി അതൊക്കെ കുറച്ച് കൊണ്ട് അതിപ്പം പറയേണ്ട കാര്യമല്ല അത്. ആ ദൗത്യത്തിലേക്ക് പിന്നെ വരുന്ന ഹ്യൂജ് വയനാട് ലാൻഡ് സ്ലൈഡ്സ് ആണ്. വയനാട് ലാൻഡ് സ്ലൈഡ്സ് അറിയാം, കേരളം കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആയിട്ട് വന്ന് അവിടുന്ന് അനേകം പേര് രക്ഷിച്ചു. സൂചിപ്പാറ എന്ന ആർക്കും ഇറങ്ങാൻ പറ്റാത്ത ടാസ്ക്. സൂചിപ്പാറ എന്ന് പറഞ്ഞ അതിസങ്കീർണമായ സ്ഥലത്തു നിന്ന് പല ആൾക്കാരും വന്ന് മണിക്കൂറോളം നോക്കിയിട്ടും ഒരു ദിവസം ഫുള്ള് കുടുങ്ങി കിടന്ന 2 യുവാക്കളെ ഞാനാണ് രക്ഷപ്പെടുത്തിയത്. ആ നോമിനേഷൻ അതിൻ്റെ പ്രൈം മിനിസ്റ്ററും CM അവാർഡ് പോയിട്ടുണ്ട്. വളരെയധികം എനിക്ക് അവിടുത്തെ തന്ന അതോറിറ്റി പ്രത്യേകിച്ച് ഇപ്പം വയനാട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പ്രശംസാപത്രം വാങ്ങിച്ചു. ഇന്ത്യൻ ആർമിയുടെ 2 പ്രശംസാപത്രം ഈ ഒരു ദൗത്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു യൂണിഫോംഡ് മാനാണ്. ഞാൻ ഒരുപാട് കയ്യിൽ പൈസ കൊണ്ടായിട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാനൊരു സാധാരണ വ്യക്തിയായതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുടെ ദുരിതങ്ങൾ നന്നായിട്ട് അറിയാൻ സാധിക്കും എനിക്ക്. ഞാൻ പല സ്ഥലങ്ങളിലും പലപ്പോഴും വിളിക്കാതെ തന്നെയാണ് പോകുന്നത്. അതോറിറ്റി വിളിക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വിളിച്ചു പോകുന്നുണ്ട്, ആർമി കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ഭാഗ്യമുണ്ട്. ആർമിയുടെ ഫ്ലൈറ്റിൽ ഹെലികോപ്റ്ററിൽ ഒരു സിവിലിയന് കയറാൻ പറ്റുന്ന ഏറ്റവും ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞാനൊരു ആർമിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും അവരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുന്നത്. കാരണം അങ്ങനെ ഒരു സിവിലിയൻ ഇന്ത്യക്കകത്തുള്ളൂ. രണ്ടാമതൊരു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. കാരണം വയനാട് പോയപ്പോഴത്തേക്ക് അവർ ഫ്ലൈറ്റിൽ അവരെ എല്ലാം എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഇപ്പോൾ എനിക്കത് അഭിമാനത്തോടെ ഞാൻ പറയുന്നത്, ഇത്രയധികം പ്രശംസാപത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഉള്ള ആളാണ് ഞാൻ സെർച്ച്, റെസ്ക്യൂ ആൻഡ് റിക്കവറിയിൽ. അത്രയധികം മനുഷ്യ ജീവിതങ്ങൾ രക്ഷിക്കുകയും അതുപോലെ സങ്കീർണമായ സ്ഥലങ്ങൾ ബോഡി റിക്കവർ ചെയ്യും. ചെയ്യുന്ന സ്പെഷ്യൽ ടാസ്ക് ആൻഡ് അഡ്വാൻസ് മിഷൻസ് ആണ്. നോട്ട് ഓൺലി റെസ്ക്യൂ എന്ന ചില ബോട്ടിൽ ഇറങ്ങി അങ്ങനെ ചെയ്യുന്നല്ല റെസ്ക്യൂ. ഇത് സ്പെഷ്യൽ ടാസ്ക് ആണ്, ഇറ്റ്സ് അഡ്വാൻസ്ഡ് മിഷനാണ്. ഇതിനകത്ത് വേണ്ട ഒരുപാട് മസിലുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പൊക്കമുണ്ടോ വണ്ണം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നല്ലത്. ഒന്നാമത്തെ കാര്യം, അതുപോലെ ആ ഒരു സ്ഥലം കണ്ട് പാനിക്കാതിരിക്കുക. ആ സ്ഥലം വളരെ ഇതാണ്. പല സ്ഥലങ്ങളിലും ബോഡി ചിന്നിച്ചെതറി കിടപ്പുണ്ട്. വയനാടാണേലും പല ബോഡികൾ പീസാക്കി പെറുക്കി ബാഗിലാക്കി കൊണ്ട് കടന്നിട്ടുണ്ട്. മുടി വേറെ, തൊലി വേറെ, കാല് വേറെ, ഇത് വേറെ, ഇത് മൂക്ക് വേറെ, അങ്ങനെയായിട്ട്. അപ്പോൾ പാനിക്കാവാതെ നിൽക്കുക, ആ മെൻ്റൽ സ്ട്രെങ്ത് കാത്തു സൂക്ഷിക്കുക. ഞാൻ ഒന്നും സങ്കടപ്പെടാറില്ല. സങ്കടപ്പെട്ടൊരു സംഭവമുണ്ട്, ലാസ്റ്റ് പറയാം. ഞാൻ അത്രയധികം കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നത്. എത്ര ടാസ്ക് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാതെന്ന് പറഞ്ഞിട്ടില്ല. എത്ര ടാസ്ക് ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്നതോളം 8ഓളം കളക്ടർമാരുടെ പ്രശംസാപത്രം, ഇന്ത്യൻ ആർമിയുടെ അത്തരം പ്രശംസ, ഇന്ത്യൻ നേവിയുടെ, NDRFൻ്റെ, മറ്റനേകം ഫോഴ്സിൻ്റെ അതെല്ലാം കിട്ടിയപ്പോഴത്തേക്ക് വളരെയധികം ഞാനിപ്പോൾ പ്രൗഡാണ്. ഞാനൊരു നോർമൽ സിവിലിയനായിട്ട് ഒരു കർഷകനായിട്ട് നിൽക്കുന്നെങ്കിലും ഇത്രയും റെക്കോർഡ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാമൂഹികപരമായിട്ട് ഏറെ പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ചേർത്ത് പിടിക്കുന്നു. ഒരു മതാടിസ്ഥാനത്തിൽ ഒന്നും നോക്കാം, എല്ലാവരും ചേർത്ത്. അതുപോലെ എല്ലാവരിലും ഞാനും തിരിച്ച് എന്നെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് 18 മൈൽ തികയത്തില്ല കാര്യങ്ങൾ പറയാം. അത്രയും ഹൊറിബിൾ ആയിട്ടുള്ള കുറച്ചൊക്കെ നിങ്ങൾക്ക് ബാക്ക് വീഡിയോസ് കാണാൻ പറയാം എന്താ ടെറിബിൾ ഓപ്പറേഷൻസാണ് നടക്കുന്നതെന്ന്. യു ക്യാൻ സീ വാച്ച് മീ, ഫോളോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നമ്മളെന്തോ അറിയാൻ പറ്റും. അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ ഇടാൻ പറ്റുന്ന ഫോട്ടോസ് നമുക്ക് അനുവദനീയമായ ഫോട്ടോസും വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ ഈ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സും ഞാൻ കുറച്ച് ട്രെയിനിങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാശ്മീരിൽ നിന്ന് ആർമിയിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു മാസം എമൗണ്ട് ഇറങ്ങി, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗോവയിൽ നിന്ന് വാട്ടർ സ്പോർട്സിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നിക്സ്, പവർ ബോട്ട് ഓപ്പറേഷൻ, സീ റെസ്ക്യൂ സ്ക്വാഡ്, ആ ബേസിക് ട്രെയിനിങ് അതിൽ ഡെവലപ്പ് ആക്കിയാണ് പറയുന്നത്. കാരണം ഇതിനേക്കാളും ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിന് വേണ്ട ഏറ്റവും നല്ലത് ഉറച്ച ധൈര്യം, ഹൈ മെൻ്റൽ പവറാണ് വേണ്ടത്. ഹൈ മെൻ്റൽ, ഒരു ഹൈപ്പർ ആക്റ്റീവ് ഇത് തന്നെ വേണം. പലരും പറഞ്ഞാൽ എനിക്ക് ഓവർ ഹൈപ്പർ ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവ് തന്നെ വേണം. കാരണം ഇത് പെട്ടെന്നുള്ള ടേക്കിംഗ് ഡിസിഷൻ വെരി ഫാസ്റ്റ് ആയിരിക്കണം. അവിടെ വന്ന് ആലോചിച്ച് ഒരാൾ വെക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് അല്ലെങ്കിൽ ബുക്ക് നോക്കി എന്ന് പറഞ്ഞില്ല, ഡിസിഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. സൂചി പറയുന്നത് അതിന് ഉദാഹരണമാണ്. പെട്ടെന്ന് നമ്മളവിടെ ആക്ട് ചെയ്തില്ലെങ്കിൽ ആ പിള്ളേർ പെട്ടെന്ന് അവിടുത്തെ വെള്ളത്തിൽ ഒലിച്ചു പോകും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആൻഡ് ആക്റ്റീവ് ആണ്. മെൻ്റൽ പവർ വളരെ ഇതായിട്ട് വേണം. പാനിക് ആവാൻ പാടില്ല. കൂടെയുള്ള എൻ്റെ സേഫ്റ്റി നോക്കണം, കൂടെ വരുന്ന റെസ്ക്യൂവേഴ്സിൻ്റെ സേഫ്റ്റി നോക്കണം. അതുപോലെ നമ്മൾ അവരെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കി കമ്പൈൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോ ഓപ്പറേഷൻ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും സങ്കടകരമായ കാര്യം, പല ആളും കിട്ടിയിട്ട് അവസാനം ചെയ്ത് പല മാധ്യമങ്ങളും അത് അറിഞ്ഞിട്ടില്ല. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. രാജസ്ഥാനിലാണ് ഞാൻ കഴിഞ്ഞ 1-ാം തീയതിയാണ് ബോഡി ആ ടീമിനൊപ്പം വന്ന് ഞാൻ താമസിച്ചാണ് പോയി. 23-ാം തീയതി ഒരു ബോർവെല്ലൊരു കുട്ടി അകപ്പെട്ടായിരുന്നു. ഒരു ചേതന എന്ന ഒരു 3.5 വയസ്സുള്ള ഒരു 700 അടി ഡീപ്പായിട്ടുള്ള വെള്ളമായിരുന്നു. ഞാൻ 23-ാം തീയതിയാണ് സംഭവം അറിയുക. 24-ാം തീയതി അറിയുന്നു. ഞാൻ 4 ദിവസം കഴിഞ്ഞ് എടുക്കുന്നില്ല. ഞാനപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് ഞാൻ സ്വയം പൈസ ബുക്ക് ചെയ്ത് ഡൽഹി വഴി രാജസ്ഥാനിലെത്തുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും 5 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ വന്നില്ല. പക്ഷേ ഡീപ്പ് വെൽ ഭയങ്കര പോലീസ് സ്ട്രിക്റ്റ് ആണ്, ആരും കയറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാണിച്ചു. ദേ ആർ ഇംപ്രസ് വിത്ത് സർട്ടിഫിക്കറ്റ്സ്, ഈസ് എ വെൽ എക്സ്പേർട്ട്. ആർമി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഇത് സജഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ റൂമെല്ലാം വന്നു. ഞാൻ ഡയറക്റ്റ്ലി ആ ടീമായിട്ട് ഡയറക്റ്റ് ഓപ്പറേഷൻ ഇറങ്ങിയില്ല. കാരണം കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഡീപ്പായി. കുഞ്ഞിനെ 1-ാം തീയതി ഈ ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കുമ്പോഴത്തേക്കും മനസ്സ് തകർന്ന സംഭവമാണ്. ആ കുഞ്ഞ് എൻ്റെ ഒരു മോളെന്ന് തന്നെ പറയാം, 3.5 വയസ്സുള്ള. അത് ഡീപ്പ് വെൽ, അത് 3 ദിവസം അല്ലെങ്കിൽ 3.5 ദിവസം ജീവനോടാണ് 170 അടിയിൽ അങ്ങനെ കിടന്നത്. ഒന്ന് അനങ്ങാൻ പറ്റാതെ, തിരിയാൻ പറ്റാതെ, കൈയൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് വിരലും മാത്രം ചലിപ്പിച്ചുകൊണ്ട് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമായിരുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ റെസ്ക്യൂ റിക്കവറിയിലെ എനിക്ക് ഏറ്റവും പ്രയാസമേറിയൊരു സംഭവമായിരുന്നു. ഞാൻ ഡയറക്റ്റ് വെല്ലിറങ്ങി ഓപ്പറേഷൻ നടത്തില്ല. ഫുൾ സജഷൻസ് ഞാൻ കൊടുക്കുമായിരുന്നു. ഞാൻ സാർ പറഞ്ഞു ഓൾറെഡി എൻ്റെ അകത്ത് ഉണ്ട്, അപ്പോൾ രഞ്ജിത്ത് സജഷൻസ് വേണം ഇത് GPR വെച്ച് എങ്ങനെയത് എങ്ങനെയാ തമ്മിൽ കാരണം വേറൊരു ആ ടണലിൽ കൂടെ ആ കൊച്ചു പോയി അതിൻ്റെ അകത്ത് ഇറങ്ങാൻ ഞാനൊക്കെ തലകീഴാൻ നോക്കി. എൻ്റെ തല മാത്രമേ ഇറങ്ങുന്നുള്ളൂ. കുഞ്ഞാണ്, 3.5 വയസ്സുള്ള പിള്ളേരാണ് ഈ എല്ലാം വീടുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ മാസം 3-ാം സംഭവമാണ്. 2 രാജസ്ഥാനിൽ, 1 മധ്യപ്രദേശ്, അങ്ങനെയാണ് പോയത്. അപ്പോൾ ഏറ്റവും എന്നെ വേദനിപ്പിച്ച സംഭവമാണത്. അപ്പോൾ ഞാൻ പ്രോജക്റ്റായിട്ട് ഇന്ത്യൻ ആർമിയെ പോയി ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. എങ്ങനെ പിള്ളേർ ആ വീണ സ്ഥലത്ത് കൂടെ തന്നെ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത്. കാരണം അടുത്ത ടണൽ കുഴിച്ച് പിന്നെ അടിയിൽ നിന്ന് തുരങ്കം അടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ടേക്ക് 10 or 12 days. ഇപ്പോൾ ലാസ്റ്റ് ഓപ്പറേഷൻ തന്നെ 10 days എടുത്ത് രാജസ്ഥാനിലെ. അപ്പോൾ എൻ്റെ ഒരു പ്രോജക്റ്റ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാമ്പത്തികമായിട്ട് ഒന്ന് പ്രതീക്ഷയെല്ലാം ചെയ്യുന്നു. കയ്യിൽ നിന്ന് ആർമി സപ്പോർട്ടുണ്ട്. എന്നെ അന്നും ഇന്ന് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ ആർമിയാണ്. അന്നും ഇന്ന് ചേർത്ത് പിടിച്ചുള്ള എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ആർമി മാത്രമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് എന്നെ പ്രൊമോട്ട് ചെയ്തതും അവരുടെ എല്ലാവിധ സൗകര്യം. ഞാൻ ഒരു ആർമി പേഴ്സൺ അല്ലെങ്കിലും അവരോടൊപ്പം പല സ്ഥലങ്ങളിലും എനിക്ക് അവരോടൊപ്പം ഓഫീസർമാർ കൂടെ തന്നെ ഒരു സിവിലിന് അങ്ങനെ അവരെ ഇരുത്തി കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പലരും പറഞ്ഞത് എനിക്കത് വളരെ അഭിമാനം തോന്നുന്നു ഇന്ത്യൻ ആർമിയെ ചേർത്ത് പിടിക്കുന്നതിൽ. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ മൊത്തം ഈ ബോർവെല്ലിൽ നിന്ന് എങ്ങനെ പിള്ളേരെ എത്രയും പെട്ടെന്ന് ജീവനോട് എടുക്കാൻ പറ്റും എന്നുള്ള. കാരണം പിള്ളേർ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഫാസ്റ്റായിട്ട് എടുക്കാമെന്നുള്ള ഇതിലാണ് പോകുന്നത്. കാരണം ആ ഒരു രാജസ്ഥാൻ സംഭവം വളരെ ഞെട്ടലും എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയതാണ്. എനിക്ക് പരിമിത സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വന്നു. ഒരുപാട് ഞാൻ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദി പറയുന്നത് എൻ്റെ ഇന്ത്യൻ ആർമിക്ക്, എൻ്റെ ആർമിയോടാണ്. എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ കുടുംബം അതിൽ അംഗം എന്ന രീതിയിൽ, എൻ്റെ ഒരു ഫാമിലി എന്ന രീതിയിലാണ് അവർ എപ്പോഴും എവിടെ ചെന്നാലും എന്നെ ചേർത്ത് പിടിക്കുന്നത്.